ന്യൂസ് ബുള്ളറ്റ് കേരള ബ്രേക്കിംഗ്. വയനാടിനു വേണ്ടി കോൺഗ്രസ് പിരിച്ച പണം തന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലുണ്ടെന്ന VD സതീശന്റെ വാദം പൊളിയുന്നു. സതീശനും സണ്ണി ജോസഫും ഇലക്ഷൻ കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ യാതൊരു വിവരവും നൽകിയിട്ടില്ല. ആദ്യം നമുക്ക് 2025 ഡിസംബർ 7 നടത്തിയ പത്രസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത് കേൾക്കാം. അതിൽ ഞങ്ങൾ കളക്ട് ചെയ്ത പണം എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് കിടക്കണം. ₹1 അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല. വ്യക്തമാണ്. വയനാടിന് വേണ്ടി കോൺഗ്രസ് പിരിച്ച പണം തന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ബാങ്കിലെ അക്കൗണ്ടിലാണ് സാറേ ആ പണം കിടക്കുന്നത്? അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിന്റെ വിവരം VD സതീശന്റെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും സത്യവാങ്മൂലത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. നമുക്ക് VD സതീശന്റെ സത്യവാങ്മൂലം നോക്കാം. സതീശന്റെ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോർത്ത് പറവൂർ ബ്രാഞ്ചിൽ 4 അക്കൗണ്ടുകൾ. പറവൂരിലെ HDFC ബാങ്ക്, പറവൂർ സർവീസ് സഹകരണ സംഘം, ട്രഷറി സേവിംഗ്സ് ബാങ്ക്, മരട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫെഡറൽ ബാങ്കിന്റെ നോർത്ത് പറവൂർ ശാഖ, ധനലക്ഷ്മി ബാങ്ക് എന്നീ 10 അക്കൗണ്ടുകളിലായി 51,78,286 രൂപയുടെ വിവരങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ VD സതീശൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരുള്ള ജോയിന്റ് അക്കൗണ്ടിന്റെ വിവരം ഈ സത്യവാങ്മൂലത്തിൽ എവിടെയുമില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം നമുക്ക് നോക്കാം. 7 അക്കൗണ്ടുകളിലായി അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് 24,526 രൂപയുടെ നിക്ഷേപവും 10,000 രൂപ കൈക്കാശും. സണ്ണി ജോസഫിന്റെ സത്യവാങ്മൂലത്തിലും സതീശൻ പറഞ്ഞ ജോയിന്റ് അക്കൗണ്ടിന്റെ ഒരു വിവരവും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ വിവരം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടാത്തത്? ഇനി നമുക്ക് VD സതീശന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ കേൾക്കാം. 2026 ജനുവരി 7 യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCCക്ക് കൈമാറും അടുത്ത ദിവസം. ഇപ്പൊ പറഞ്ഞില്ലേ, യൂത്ത് കോൺഗ്രസ് വയനാടിന് വേണ്ടി പിരിച്ച 1,05,00,000 രൂപയും അതും ഈ ജോയിന്റ് അക്കൗണ്ടിലാണോ സാറേ നിക്ഷേപിച്ചിരിക്കുന്നത്? കണക്ക് പറയണ്ടേ മിസ്റ്റർ VD സതീശൻ? നാട്ടുകാരുടെ പക്കൽ നിന്ന് പിരിച്ച പൈസയല്ലേ? പിരിച്ച പണം തന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലുണ്ടെന്ന് VD സതീശൻ തന്നെയല്ലേ വെളിപ്പെടുത്തിയത്? അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിന്റെ വിവരങ്ങൾ VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും സത്യവാങ്മൂലങ്ങളിൽ ഒരുപോലെ ഉൾപ്പെടേണ്ടതാണ്. സത്യവാങ്മൂലങ്ങളിൽ ആ വിവരങ്ങളില്ലെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, അതിൽ പണവുമില്ല. വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ച പണം മുഴുവൻ ആവിയായി പോയി എന്ന് തന്നെയാണ് VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും സത്യവാങ്മൂലങ്ങൾ തെളിയിക്കുന്നത്. ആ പണം എന്തു ചെയ്തു, എവിടെ പോയി എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ സുഹൃത്തുക്കളെ, ന്യൂസ് ബുള്ളറ്റ് കേരള ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം നിരന്തരമായി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ്. കുറച്ച് ലോണും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കടവും ഒക്കെ വാങ്ങി തുക കൊണ്ടാണ് ന്യൂസ് ബുള്ളറ്റ് കേരള ആരംഭിച്ചത്. ഈ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് സ്വയം പര്യാപ്തമാകാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയാണ് 100 രൂപ പ്രതിമാസ വരിസംഖ്യ പോലെ നൽകുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയുടെ സാമ്പത്തിക പിൻബലത്തിൽ ന്യൂസ് ബുള്ളറ്റ് കേരള മുന്നോട്ട് പോകാം എന്ന ആശയം ചില സുഹൃത്തുക്കൾ പങ്കുവച്ചത്. കുറച്ചുപേർ ഞങ്ങളെ നിരന്തരമായി സഹായിക്കുന്നുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എന്നാൽ നിലവിലുള്ള പിന്തുണ കൊണ്ട് മാത്രം അതിജീവനം സാധ്യമല്ല എന്ന് തുറന്നു പറയട്ടെ. അതുകൊണ്ടാണ് ഗൂഗിൾ പേ വഴി എല്ലാ മാസവും ഓട്ടോ പേ ചെയ്യാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി nbkerala.com എന്ന വെബ്സൈറ്റ് കൂടി ഞങ്ങൾ ആരംഭിച്ചത്. ആ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഗൂഗിൾ പേ നമ്പർ നൽകിയാൽ എല്ലാ മാസവും 100 രൂപ വീതം ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് നിങ്ങൾക്ക് സംഭാവന നൽകാൻ കഴിയും. സഹായിക്കാൻ സന്മനസ്സുള്ള സുഹൃത്തുക്കൾ nbkerala.com എന്ന സൈറ്റ് സന്ദർശിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സൈറ്റ് ഞങ്ങളെ സഹായിക്കാൻ സന്നദ്ധരായ മറ്റു സുഹൃത്തുക്കളെ കൂടി പരിചയപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി 100 രൂപയിലധികം നൽകാൻ സന്നദ്ധതയുള്ള സുഹൃത്തുക്കൾ 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളുടെ സഹായം അയക്കുക. ഉപേക്ഷ വിചാരിക്കരുത്. ഇത്തരം ഒരു വീഡിയോ ചാനലിന് പിന്തുണ നൽകാൻ സന്നദ്ധരായ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഇക്കാര്യം പറയണമെന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.